നോയ്സ് ബഡ്സ് പ്രൈമ 2 1299 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ആ ഒരു ഓപ്പൺ ബോക്സ് ഡെലിവറി ഉള്ളതുകൊണ്ട് തന്നെ ഡെലിവറി ബോയ് നമ്മുടെ മുന്നിൽ വെച്ചിട്ട് പ്രോഡക്റ്റ് അങ്ങോട്ട് പൊട്ടിച്ച് കാണിച്ചു തരും. ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ച് തന്നെയാണെന്ന് മേക്ക് ഷുവർ ചെയ്യാം. കൂടാതെ ഡാമേജ് ഒന്നും ഇല്ലാന്ന് നമുക്ക് മേക്ക് ഷുവർ ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് റീപ്ലേസ് അപ്പോഴേ അങ്ങോട്ട് ചെയ്യാം. കസ്റ്റമർ കെയറിനെ വിളിച്ചങ്ങോട്ട് നമ്മൾ കൂടുതൽ സമയം കളയേണ്ട ആവശ്യമേ ഇല്ല. ഈ ഒരു സിസ്റ്റം ഒരു വർഷം മുന്നേ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു 18,000 രൂപ ഇരുന്നേനെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്ത 40,000 രൂപയുടെ ലാപ്ടോപ്പ് ഓർഡർ ചെയ്തിട്ട് 22,000 രൂപയുടെ ലാപ്ടോപ്പ് അയച്ച് എന്നെ പറ്റിച്ചതാണ്. വീഡിയോ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് നിങ്ങൾ കാണുവാണെങ്കിൽ കറക്റ്റ് മനസ്സിലാവും. എന്തായാലും അതൊക്കെ വേറെ കാര്യം. ഇനി നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വരുവാണെങ്കിൽ നോയ്സിന് ലോഗോ ഇവിടെ ഉണ്ട്. കൂടാതെ പ്രൊഡക്റ്റിന്റെ ഫോട്ടോയും ബഡ്സ് പ്രൈമ 2 എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. പുറകിൽ നോക്കുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അങ്ങോട്ട് പറയുന്നില്ല. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞത് ജൂലൈ 22. മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ എഴുതിക്കുന്നത് 3,999 രൂപയാണ്. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ 1,299 ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ഇതിന്റെ നോർമൽ റേറ്റ് എന്ന് പറഞ്ഞത് 1,499 എന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് കാർബൺ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ്. ഇതല്ലാണ്ട് ഡീപ്പ് വൈൻ, അതുപോലെ തന്നെ പേൾ വൈറ്റ് എന്നിങ്ങനെ മറ്റ് കളേഴ്സിലും ഉണ്ട്. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഒരു ടൈപ്പ് സി മിനി കേബിളും അതുപോലെ തന്നെ 2 ഡിഫറെന്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളുണ്ട്. കൂടാതെ യൂസർ ഗൈഡും അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സും വാറണ്ടി കാർഡും ഒക്കെ വെച്ചിട്ട് മറ്റൊരു സംഭവം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നോയ്സ് ബഡ്സ് പ്രൈമ 2. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ എനിക്ക് ഈ ഒരു കേസ് കാണുമ്പോഴത്തേക്ക് നമ്മുടെ എയർഡോപ്സ് 413 ANC ഉണ്ടല്ലോ, അതിന്റെ അതേ ഓർമ്മയാണ് എനിക്ക് ഇങ്ങോട്ട് വരുന്നത്. കാരണം ആ സെയിം ഡിസൈൻ ആണ്. അതുപോലെ തന്നെ അലൈൻമെന്റ് പോലും ഏറ്റവും മുകളിലായിട്ട് നോയ്സിന്റെ ലോഗോ ഉണ്ട്. മുന്നിലായിട്ട് കണ്ടോ LED ഇൻഡിക്കേറ്ററും സൈഡിലായിട്ട് ടൈപ്പ് സി പോർട്ടും. നിങ്ങൾ 413 ANCന്റെ അൺബോക്സിംഗ് നോവി പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതേ അലൈൻമെന്റ് അല്ലെങ്കിൽ ഇതേപോലത്തെ ഡിസൈനിനോട് കൂടിയിട്ട് തന്നെയാണ് ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതും ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ കോമ്പാക്ട് ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകാനൊക്കെ ചാൻസസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല. 500 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. അപ് ടു 50 hours ആണ് ടോട്ടൽ Playtime കമ്പനി അവകാശപ്പെടുന്നത്. 100% ചാർജ് ആകാനായിട്ട് 1.5 മണിക്കൂർ വേണം. ടൈപ്പ് സി ആയതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ ഇൻസ്റ്റാ ചാർജ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ 120 മിനിറ്റ് നമുക്ക് പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. ഇനി കേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇയർബഡുകൾ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ ഈ ഒരു ലിഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. ആ ഒരു ലിഡ് ആണെങ്കിലും കേസ് ആണെങ്കിലും ഓവറോൾ ഒരു കുറ്റവും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. 1,300 രൂപയ്ക്ക് ആ ഒരു ബിൽ ക്വാളിറ്റി ഉറപ്പായിട്ടും വർത്ത് തന്നെയാണ്. കൂടാതെ കണ്ടോ നമ്മളിങ്ങനെ അടുത്തോട്ട് വെക്കുമ്പോൾ തന്നെ കണ്ടോ അങ്ങ് അടഞ്ഞങ്ങ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്ട്രോങ്ങും ആണ് ആ ഒരു മാഗ്നറ്റിക് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പെയർ ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആവും. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഹൈപ്പർ സിങ്ക് ടെക്നോളജി ഉണ്ട്. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനോട് കൂടിയിട്ടാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നമ്മുടെ നോയ്സിന്റെ ബഡ്സ് 201 ആണോ 102 ആണോ, എന്തായാലും ഞാനത് ഇവിടെ തെറ്റുവാണെങ്കിൽ മെൻഷൻ ചെയ്തേക്കാം. ആ ഒരു പ്രോഡക്റ്റ് പോലാണ് എനിക്ക് അതേ ഒരു ഡിസൈൻ പോലാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി ബൾക്കി ആണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഏറ്റവും പറയലായിട്ട് LED ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ നോയ്സിന്റെ ലോഗോയും കാണാം. കൂടാതെ 10mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുന്നത്. ഇവിടെയും ആ ഒരു മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ സ്ക്രാച്ചസ് പെട്ടെന്ന് വരാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. വെറും 4 ഗ്രാം മാത്രമാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെവിയിൽ അങ്ങനെ വെച്ചാലും വലിയ ഹെവിനെസ് ഒന്നും അങ്ങോട്ട് ഫീൽ ചെയ്യത്തില്ല. എത്ര mAh ബാറ്ററി കപ്പാസിറ്റി വിധം ഈ ഒരു ഇയർബഡുകളിൽ ഉണ്ടെന്ന് എഴുതിയിട്ടില്ല. എന്നാൽ പോലും നമുക്ക് അപ് ടു 7 hours സിംഗിൾ ചാർജിൽ നമുക്ക് കിട്ടും. കൂടാതെ 30 മിനിറ്റ് മാത്രം മതി 100% ഇയർബഡുകൾ ചാർജ് ആകാനായിട്ട്. ഇനി ടച്ച് സെൻസേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ആ ഒരു സെൻസേഴ്സ് ഉള്ളത്. അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്. അതിലൊന്നും വേറൊരു സംശയം വെക്കേണ്ട. വലതിൽ നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുവാണെങ്കിൽ വോളിയം അപ്പ് ആവും. ഇടതിൽ ചെയ്യുവാണെങ്കിൽ വോളിയം ഡൗൺ ആവും. നിങ്ങൾ ഇതേപോലെ തന്നെ കോൾ വരുന്ന സമയത്ത് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യണമെങ്കിൽ ടാപ്പ് ആൻഡ് ഹോൾഡ് ആണ് ചെയ്യേണ്ടത്. കൂടാതെ വലതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്താലും ഇടതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്താലും മ്യൂസിക് പ്ലേയും അതുപോലെ തന്നെ പോസും ആണ് ആവുന്നത്. കൂടാതെ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി വലതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, കൂടാതെ ഇടതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. അതുപോലെ തന്നെ വലതിലാണെങ്കിലും ഇടതിലാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രിപ്പിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു സിറി വർക്ക്ഔട്ട് ആകുന്നതാണ്. ഇനി വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ ചെവിയിൽ ഇങ്ങനെ വെച്ചിട്ടേ ചെറുതായിട്ടൊന്ന് നമ്മളിങ്ങനെ ഒരു ചരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ എങ്ങിരിക്കും. യൂസർ ഗൈഡിൽ ഇത് അങ്ങനെയാണ് വെക്കേണ്ടതെന്ന് അവർ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം അങ്ങോട്ട് ലോക്കായിരിക്കുന്ന ഒരു ഫീലാണ്. കൂടാതെ പാസീവ് നോയ്സ് ക്യാൻസലേഷൻ നല്ല രീതിക്ക് വർക്ക്ഔട്ട് ആകുന്നുണ്ട്. ലോക്കായിരിക്കുന്ന ഒരു ഫീൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ജോഗിങ്ങിനൊക്കെ പോകുകയാണെങ്കിൽ വർക്ക്ഔട്ട് ഒക്കെ നമ്മൾ നല്ല രീതിക്ക് ചെയ്യുവാണെങ്കിലും ചെവിയിൽ നമ്മൾ ഒരു
അവയർ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഇളവി പോവോ എന്നുള്ള സംഭവം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു ചെവിയിൽ നമ്മുടെ ഫിറ്റ് ആയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസ്കംഫർട്ടും ഇതുവരെ അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടില്ല നമ്മുടെ ഇയർബഡ് അങ്ങോട്ട് ചെവിയിലേക്ക് വെക്കുന്ന സമയത്ത്. പിന്നെ 4 ഗ്രാം മാത്രമേ ഉള്ളൂ. ആ ഒരു ഹെവിനെസ് ഒന്നും എനിക്ക് ഇതുവരെ അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നോയ്സ് ബഡ്സ് പ്രൈമ 2 നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. കോഡ് മൈക്ക് വിത്ത് ENC ആണ് ഇതിനകത്ത്. അതായത് ഓരോ ഇയർബഡിലും നമുക്ക് 2 മൈക്ക് വീതം ഉണ്ട്. ഒരു കോളിംഗ് പർപ്പസിന് നോയ്സ് ബഡ്സ് പ്രൈമ 2 വാങ്ങിച്ചാൽ അത് വർത്ത് ബൈങ് ആകുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇൻഡോറിനകത്തുള്ള മൈക്ക് ക്വാളിറ്റി ഇപ്പൊ കേൾക്കുന്നത്, ഔട്ട്ഡോറിൽ വേണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ കമന്റ് ആയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ഷോർട്സ് ആയിട്ട് ചെയ്യാം. എന്തായാലും ഇൻഡോറിനകത്തുള്ള മൈക്ക് ക്വാളിറ്റി ഇത് ഓക്കെ ആണെങ്കിൽ അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.3 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററാണ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അത്യാവശ്യം ഡ്രിസ്ലിംഗ് എന്നുള്ള നല്ലൊരു ഹെവി റെയിനിലാണെങ്കിൽ പോലും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് അടിച്ചു പോകാൻ ചാൻസ് വളരെ കുറവാണ്. കൂടാതെ നമ്മൾ നല്ല രീതിക്ക് വിയർത്തിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. എന്നുകൊണ്ട് വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇത് 1 വർഷം വാറന്റി ഉണ്ടെങ്കിലും വാറന്റി അങ്ങോട്ട് ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല. സോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഹെവി റെയിനിലും അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്തൊക്കെ അത് ഉപയോഗിക്കാൻ. ഇനി മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതിനകത്ത് SBC AAC കോഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 100% പാട്ട് ഇട്ടാൽ പോലും അത് ഏത് ടൈപ്പിലുള്ള പാട്ട് ഇട്ടാലും പോലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകത്തില്ല കേട്ടോ. ഞാനിപ്പോൾ പാലാപ്പള്ളി എന്നൊക്കെ പറഞ്ഞ ആ ഒരു സോങ്ങുകളൊക്കെ കേട്ടിട്ട് പോലും ഒരുവിധ ഡിസ്ട്രാക്ഷനും ഇല്ല. പക്ഷെ വോക്കൽ കുറച്ച് നല്ല രീതിക്ക് ഡോമിനേറ്റഡ് ആയിട്ടായിരിക്കും ഇതിൽ ഏതൊരു പാട്ടിട്ടാലും നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. പലരും എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമാണ് ബേസ് നല്ല രീതിക്ക് വേണം, അല്ലെങ്കിൽ ആ ഒരു മണ്ടകിട്ട് ഇടിക്കുന്ന പോലത്തെ ഒരു ഫീലുള്ള ബേസ് വേണം എന്നുള്ളത്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് നോയ്സ് ബഡ്സ് പ്രൈമ 2ലേക്ക് പോകരുത്. പക്ഷേ ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്ക് നമ്മളൊരു 90 മുതൽ 100% പാട്ട് ഇടുമ്പോഴത്തേക്ക് ആ ഒരു ബേസ് ഡോമിനേറ്റഡ് ആയിട്ട് നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങൾ 50 അല്ലെങ്കിൽ 60 70% ഇടുവാണെങ്കിൽ ഒരിക്കലും ആ ഒരു ബേസ് അത്രയ്ക്കും അങ്ങോട്ട് കിട്ടത്തില്ല. എന്നാൽ വോക്കൽ ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വോക്കൽ ഡോമിനേറ്റഡ് ആയിരിക്കും, ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഇതിനകത്ത് പിന്നെ 50% വളരെ ലോ ആയിട്ടാണ് സോങ്ങുകൾ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ അല്ലെങ്കിൽ രാത്രിയൊക്കെ ഇതുപോലെ പാട്ട് കേൾക്കാനായിട്ട് നല്ല രസമായിരിക്കും. പക്ഷേ നിങ്ങൾ പബ്ലിക്കിലൊക്കെ പോയിട്ട് 50% ഇടുവാണെങ്കിൽ നിങ്ങൾക്കൊരു പാട്ട് പോലും കേൾക്കാത്ത ഫീൽ ആയിരിക്കും ഉണ്ടാവുന്നത്. എന്നാൽ 100% ഞാൻ വീണ്ടും പറയണത് നല്ല രീതിക്ക് എൻഹാൻസ്ഡ് ആണ്. അത് വോക്കൽ ലെവർ ആയിക്കോട്ടെ ബേസ് ലെവർ ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് ഈ ഒരു നോയ്സ് ബഡ്സ് പ്രൈമ 2 മേടിക്കേണ്ടത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇഷ്ടമുള്ളവർ, പ്രത്യേകിച്ച് എൻഹാൻസ്ഡ് ഔട്ട്പുട്ട് ഇഷ്ടപ്പെടാത്ത ഒരു റെഗുലർ യൂസർ അല്ലെങ്കിൽ നോർമൽ യൂസർ ആണെങ്കിൽ മാത്രം ഇതിലേക്ക് പോയാൽ മതി. 2 ദിവസം മുന്നേ ഒരു പാലക്കാടുള്ള ഒരു സുഹൃത്ത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു പുള്ളി എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് വേണ്ടത് ഭയങ്കര ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ളത് വേണ്ട, നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ളത് വേണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു ഔട്ട്പുട്ട് കിട്ടിയപ്പോഴത്തേക്ക് പുള്ളിയാണ് ഓർമ്മ വന്നത്. കാരണം ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഉള്ള ആൾ അല്ലെങ്കിൽ വോക്കൽ ലവേഴ്സ് ആണെങ്കിൽ മാത്രം ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് പോവുക. ഇനി നമ്മുടെ ലോ ലേറ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്തൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ഗെയിമിംഗ് മോഡോ അല്ലെങ്കിൽ ലോ ലേറ്റൻസി മോഡോ ഇല്ല. എന്നാൽ പോലും ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലേറ്റൻസി നമുക്ക് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിക്ക് കണ്ടോ കിട്ടുന്നുണ്ട്. നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ കറക്റ്റ് കിട്ടുന്നുണ്ട്. എന്നാൽ ഇനി ഫയർ ചെയ്യുമ്പോൾ കണ്ടോ ചെറിയൊരു ഡിലേ. നമുക്ക് പൊതുവേ നമ്മുടെ ലോ ലേറ്റൻസി മോഡുള്ള ഡിവൈസുകളിൽ പോലും ഇതുപോലൊരു ചെറിയൊരു ഡിലേ ഞാൻ കണ്ടു വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ച് അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ട്രൂക്കിൻ്റെ BTG ആൽഫയിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹാഫ് ഇൻ ഇയർ ആണെങ്കിൽ പോലും അതിനകത്ത് കുറച്ചുകൂടി ആ ഒരു ഡിലേ ഫീൽ കുറവാണ്. ഗെയിം കളിക്കുമ്പോൾ മാത്രമല്ല വീഡിയോസ് കാണുമ്പോഴും നമുക്ക് അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു വീഡിയോസ് യൂട്യൂബിലാണെങ്കിലും ഇന്റേണലും എക്സ്റ്റേണൽ ഏത് പ്ലെയറിലാണെങ്കിലും നമ്മൾ കാണുമ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ല. പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ലിപ്സിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ അവിടെയും നമുക്ക് അങ്ങനെ വലിയ ഡ്രോബാക്ക് ആയിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഓവറോൾ ഈ ഒരു നോയ്സ് ബഡ്സ് പ്രൈമ 2നെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. 1290 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ അല്ലെങ്കിൽ 1500 രൂപ നോർമൽ റേറ്റിൽ നമ്മളിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ ഇല്ലെന്ന് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും കോഡ് മൈക്ക് വിത്ത് ENCയുടെ ആ ഒരു മൈക്ക് ക്വാളിറ്റി കേട്ടല്ലോ, ആ മൈക്ക് ക്വാളിറ്റി മതി. പ്ലസ് നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് പാട്ടുകൾ കേൾക്കുന്ന ഒരാളാണ്, കൂടാതെ ഭയങ്കര എൻഹാൻസ്ഡ് ആയിട്ടുള്ള പാട്ടുകൾ ഇഷ്ടമല്ല കേൾക്കാനായിട്ട്, അതുപോലെ തന്നെ ബേസ് ലവറും അല്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു നോയ്സ് ബഡ്സ് പ്രൈമ 2ലേക്ക് പോകും. വോക്കൽ ലവറാണ് നിങ്ങളെങ്കിൽ ബേസ് ഇഷ്ടമല്ലാത്ത ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് പോകാം. പിന്നെ ബേസ് ഉള്ള ഒരാൾ ഇത് വാങ്ങിക്കണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു 100% 90-100% ഇടുമ്പോഴത്തേക്ക് ബേസ് കിട്ടുന്നുണ്ട്. എന്നാൽ പോലും എല്ലാ പാട്ടുകളിലും ആ ഒരു ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകളിലേ കിട്ടുന്നുള്ളൂ, മറ്റുള്ളതിലേക്ക് അത്യാവശ്യം ബേസേ കിട്ടുന്നുള്ളൂ. എന്തായാലും ഓവറോൾ ഇതാണ്, വോക്കൽ ലവറാണ്
ആണ് നിങ്ങളെങ്കിൽ, അത്യാവശ്യം എന്താ പറയുക ഗെയിമൊക്കെ കളിക്കുന്ന ഒരാളാണ്, ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു നോയ്സ് ബഡ്സ് പ്രൈമ 2ലേക്ക് പോകുന്നതിൽ ഒരു സംശയം വെക്കാണ്ട് പോകാം. 1290 കിട്ടുവാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു ഡീൽ കേട്ടോ. 1500 നമ്മളിത് വാങ്ങിക്കണമോ വേണ്ടോ എന്ന് ചിന്തിക്കുക. പിന്നെ ബിൽ ക്വാളിറ്റി എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് 1500 വർത്ത് തന്നെയാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നോയ്സ് ബഡ്സ് പ്രൈമ 2നെ കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.